അതാണ് പലതരത്തിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് മറ്റ് പരിഗണനകൾക്കപ്പുറത്ത് ഒരു സ്ത്രീ എന്ന പരിഗണന, അത് മറ്റ് പൊളിറ്റിക്കൽ ചിന്തകൾക്കും മറ്റെന്തിനും അപ്പുറത്ത് ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന പലപ്പോഴും നൽകുന്നതിൽ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെടുന്നുണ്ടോ? ഉറപ്പായും അങ്ങനെ പരിഗണന നൽകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്തരം പരാതികൾ വരുന്ന ഘട്ടത്തിൽ അതിൽ മറ്റൊരു ഘടകവും നോക്കേണ്ടതില്ലല്ലോ. കാരണം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാകുന്നു, സ്ത്രീയെ സൈബർ ബുള്ളിങ് മാറി സൈബർ ലിഞ്ചിങ് ആയി മാറുന്നൊരു ഘട്ടമല്ലേ. അപ്പോൾ അതിനൊക്കെ എതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണ സംവിധാനം പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഏതെങ്കിലും നിലയിൽ അത്തരം കാര്യങ്ങൾക്കകത്ത് പരാതികൾ ഉള്ളവർ ഉറപ്പായും അത് ബന്ധപ്പെട്ട ഓരോ അടുത്തും നമുക്ക് പരാതി നൽകാൻ കഴിയുമല്ലോ. ആ പരാതികൾ നൽകി നിയമപരമായ പോരാട്ടം നടത്തി തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്നത്. കാരണം ശരി ചിന്ത, അപ്പോൾ രണ്ടുപേർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ വനിതാ ദിനത്തിൽ വന്നതിനും നിങ്ങളുടെ ചിന്തകളൊക്കെ പങ്കുവച്ചതിനും. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ കൂടി നേരുന്നു.